സ്നേഹത്തോടെ നമുക്ക് അല്പസമയം കൂടി ദൈവസന്നിധിയിലായിരിക്കാം. വിശ്വാസത്തിന്റെ രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യം നമ്മൾ കണ്ടത് വിശ്വാസത്തിന്റെ ഒന്നാം ഭാഗമാണ്. കായേണ്ടതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ഹാബേൽ അർപ്പിച്ചു. അതുകൊണ്ട് അവൻ ഇന്നും ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഒരു വാക്കുകൂടി ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യവും കാട്ടിപ്പെട്ടവരുമായ സത്യപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. കഴിയണമേ. നിങ്ങളുടെ ബോധ മനസ്സിനെ, സുബോധ മനസ്സിനെ, അവബോധ മനസ്സിനെ പരിശുദ്ധാത്മാവിനാൽ കഴിഞ്ഞ് വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരക്കത്തിന്റെ സംരക്ഷണങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. കേൾക്കുന്ന വചനങ്ങളെ ഞങ്ങൾ ഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ അനുസരണമുള്ള മക്കളായി തീരുവാൻ സഹായിക്കണമേ. പരിശുദ്ധമേ ദേവമാതാവേ, സകല വിശുദ്ധന്മാരെ ശ്രദ്ധിക്കുന്നതിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയെ പിതാവേ ദീർഘങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നമ്മൾ ആദ്യം ധ്യാനിച്ചത്. വിശ്വാസം അതിന്റെ ഹെഡിങ് അതാണ്. അതിന്റെ എന്താ പറയുന്നത്, ചരിത്രത്തെ നയിക്കുന്ന വിശ്വാസ ധീരന്മാരുടെ പട്ടികയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്നാമത്തെ നമ്മൾ ചിന്തിച്ചത് എന്താണ്? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം. ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. നമ്മൾ ദൈവസന്നിധിയിൽ അർഹരാകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്നിക്കു വരുന്നാൽ സ്വർഗകൂടാരത്തിൽ വന്നിക്കും ഞാൻ അന്നാളിൽ നമ്മൾ പാടിയിപ്പോ ആ ഒന്നിക്കു വരുന്നാൽ സ്വർഗകൂടാരത്തിൽ ദൈവത്തോടു കൂടെ ഒന്നിച്ച് നമുക്ക് ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിത്യജീവനിൽ നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ഈ വിശ്വാസത്തിന്റെ ഉറപ്പ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അതിന് പൗലോസ്ലീഹാ നമ്മളെ പരിചയപ്പെടുത്തുന്ന ഈ വിശ്വാസ വീരന്മാരെ അല്ലെങ്കിൽ വിശ്വാസ ധീരന്മാരെ നമ്മൾ പരിചയപ്പെട്ടിരിക്കും. വേദപുസ്തകത്തിൽ അവരെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമ്മൾ ധ്യാനിച്ചിരിക്കണം. എന്നിട്ട് നമ്മൾ ഓരോ വിശുദ്ധന്മാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്ക് പറയാൻ കഴിയും. അവരെയൊക്കെ നമ്മളിങ്ങനെ സാക്ഷികളായിട്ടൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടില്ല. നമ്മുടെ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ പോകുമ്പോ അല്ലെങ്കിൽ അവർക്ക് വിശേഷിപ്പെടുക, അത് കുറ്റമാണെന്നൊന്നും ആരുടെ പറഞ്ഞിരുന്നത്, അതൊക്കെ നമ്മുടെ സാക്ഷ്യത്തിന് വേണ്ടിയാണ്. സാക്ഷ്യത്തിന് വേണ്ടിയാണ്. നമ്മളിവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. ഇവരൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതിന് വേണ്ടിയാണ്. അപ്പൊ അവരെ കുറിച്ചൊക്കെ ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, അതൊക്കെ ഒന്ന് വായിച്ചിട്ട് എന്റെ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും സ്വാധീനമുണ്ടോ എന്നൊക്കെ പറയുവാനായിട്ട് നമുക്ക് അത് കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന എബ്രായ ലേഖനം 11-7 11-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം നമ്മൾക്കൊന്ന് വായിക്കാം. വിശ്വാസം മൂലമാണ് നോഹ അന്ന് വരെ കാണപ്പെടാതിരുന്നതിനെ പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തന്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭയഭക്തിയോടെ പെട്ടകം നിർമ്മിച്ചത്. ഇതുമൂലം അവൻ ലോകത്തെ കുറ്റമരിക്കുകയും വിശ്വാസത്തിനുള്ളതാകുന്ന നീതിയുടെ അവകാശിയാവുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം പറയുമ്പോൾ ഏറ്റു പറയാമോ? എബ്രായ ലേഖനം 11-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. വിശ്വാസം മൂലമാണ് നോഹ അന്ന് വരെ കാണപ്പെടാതിരുന്നവയെ പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തന്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭയഭക്തിയോടെ പെട്ടകം നിർമ്മിച്ചത്. ഇതുമൂലം അവൻ ലോകത്തെ കുറ്റം വിധിക്കുകയും വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന നീതിയുടെ അവകാശിയാവുകയും ചെയ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വചനം സമ്മതിക്കണ്ടോ? ഈ വചനം അംഗീകരിക്കണ്ടോ? അംഗീകരിക്കുന്നത് കൈയടിച്ച ദൈവത്തിന് നന്ദി പറയും. ഈ വചനം അംഗീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം മൂലം നോഹ എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് അന്ന് വരെ കാണാതിരുന്നത് എന്താ? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് ചെല്ലാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം നമുക്ക് വായിക്കാം. അത് നമുക്ക് മുതലെടുക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം. അന്ന് വരെ
കാണാതിരുന്ന സംഭവം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നോഹയെ കുറിച്ച് അവിടെ ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. നോഹയുടെ വംശാവലി എന്ന് പറഞ്ഞ 9ാമത്തെ വാക്കിൽ തുടങ്ങുന്നുണ്ട്. നോഹയുടെ വംശാവലി നിങ്ങൾ വീട്ടിൽ നിന്നതൊക്കെ വായിച്ചു കൊടുക്കണം. 6-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യങ്ങൾ അതുവരെയുള്ള മനുഷ്യന്റെ തിന്മയൊക്കെ വർദ്ധിച്ചപ്പോൾ ദൈവം അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ച കാര്യങ്ങളാണ് അവിടെ എഴുതുന്നത്. അതുകൊണ്ട് നോഹ എങ്ങനെയാണ് ദൈവത്തിന്റെ പെട്ടകത്തിൽ അല്ലെങ്കിൽ ദൈവം പറയുന്ന അനുസരണമുള്ള മകനായി മാറിയതെന്ന് നമുക്കൊന്ന് നോക്കാം. അത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9 മുതൽ വാക്യങ്ങളാണ് നമ്മൾ വീട്ടിൽ നിന്ന് വായിക്കുക. ഇപ്പോൾ നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത് പ്രളയം വന്ന കാര്യങ്ങളൊക്കെയാണ്. കപ്പൽ പണിയാൻ പോകുന്ന കാര്യമാണ്. ദൈവം നോഹയോട് ഇങ്ങനെ പറഞ്ഞു. എന്ത് പറഞ്ഞെന്നറിയാമോ? ഞാൻ മഴ പെയ്യാൻ പോവുകയാണ്, വലിയൊരു ജലപ്രളയം വരാൻ പോവുകയാണ്. അന്ന് ഭൂമിയെ നനച്ചിരുന്നത് മഴ കൊണ്ടല്ല. ഇന്നിപ്പോ ഇവിടെ മഴയുണ്ട് അല്ലേ? ഇപ്പൊ മഴ പെയ്യുണ്ട്, ശബ്ദം നമുക്ക് കേൾക്കാം. ചീറ്റയിൽ വെള്ളം ചേർന്നുകൊണ്ട് പതറി പോകുന്ന ശബ്ദവും കേൾക്കാം അല്ലേ? ശരിയല്ലേ? മഴയുണ്ട്. അന്ന് നോഹയുടെ കാലത്ത് മഴയില്ല, മഞ്ഞ് പെയ്താണ് ഭൂമിയെ നനച്ച് കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നോഹയോട് ദൈവം പറയുകയാണ്, ഞാൻ പ്രളയം വരുത്താൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ ഇന്ന് വരെ കാണാത്ത ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ധാരാളം വിശ്വസിക്കും. കാരണം എന്താ? ഇന്ന് ഇവിടുത്തെ ശുശ്രൂഷകളിലൂടെ പറഞ്ഞു, ഇന്ന് പ്രാർത്ഥനയ്ക്ക് വരാൻ ആളുകൾ കുറയും. കാരണം എന്താണ്? ഇന്ന് 3 മണിക്കും 4 മണിക്കൊക്കെ അറിയിപ്പുണ്ടായിട്ടുണ്ട്. നേരത്തെ എന്താണ്? ഇനി സന്ധ്യക്ക് ഇത്ര മണിക്കൂർ ഇന്നിടത്തൊക്കെ മഴ പെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ ഇവരോട് പറഞ്ഞു കറണ്ട് പോകാൻ സാധ്യതയുണ്ട്, ജനറേറ്ററിൽ പെട്രോളൊക്കെ നോക്കിട്ടെന്നൊക്കെ പറഞ്ഞ് അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പ്രേക്ഷിതരായിട്ടുള്ള ആളുകളൊക്കെ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചതാണ്. അതുപോലെ സംഭവിക്കുന്നത് വിശ്വസിക്കാനോ ഇല്ലേ? കാലാവസ്ഥ പറഞ്ഞു മഴ പെയ്യുമെന്ന്, ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മഴ പെയ്യുന്നു. വിശ്വസിക്കാം അല്ലേ? കണ്ണാൽ കാണുകയാണ്, കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളെ വിശ്വസിക്കുകയല്ലാതെ അല്ലേ? ശരിയല്ലേ? തോമാസികളായ അങ്ങനെയല്ലേ പറഞ്ഞ്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയും എന്റെ വിരൽ കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് തൊടുകയും ആണിപ്പെടുത്താവുന്ന കാര്യങ്ങളെ സ്പർശിക്കുകയും ചെയ്താൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ശരിയല്ലേ? എന്നാൽ നമ്മളിങ്ങനെ ഒരു രക്തസ്രാവക്കാരി സ്ത്രീയെ കുറിച്ച് ഇങ്ങനെ പാടുന്നില്ലേ അല്ലേ? വിശ്വാസമോടെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചിടുന്നിതാ യേശുനാഥ, പൂർണ്ണമായ എന്നിൽ സൗഖ്യം തരണമേ. പൂർണ്ണമായ ഞാൻ വിശ്വാസത്തോടെ നിന്നെ വസ്ത്രാഞ്ചലത്തിൽ ഒന്ന് തൊടുകയാണ്. എനിക്ക് പൂർണ്ണമായി സൗഖ്യം തരണം. കാരണം എന്താണ്? അങ്ങയുടെ വസ്ത്രത്തിൽ നിന്ന് തൊട്ടാൽ പോലും എനിക്ക് സൗഖ്യമുണ്ടാകും. അപ്പോൾ കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുക എന്ന് പറയുന്നതൊക്കെയാണ്. നോഹ അന്ന് വരെയും കണ്ടിട്ടില്ല മഴ പെയ്യുന്നത്. ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ദൈവം നോക്കിയോട് പറയുകയാണ്, ഇവിടെ പ്രളയമുണ്ടാകും, നീ അതുകൊണ്ട് പെട്ടകം ഉണ്ടാക്കണം. എന്തുണ്ടാക്കണം? പെട്ടകം ഉണ്ടാക്കണം. അത് ഇത്ര മുഴം നീളമായിരിക്കണം, ഇത്ര മുഴം വീതി ഉണ്ടായിരിക്കണം, ഇത്ര പൊക്കമുണ്ടായിരിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നോഹ വിശ്വാസത്താൽ അനുസരിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ യോഹന്നാന്റെ സുവിശേഷം നമുക്കൊന്ന് വായിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. യോഹന്നാന്റെ
സുവിശേഷം 3-ാം അധ്യായം 36-ാമത്തെ വാക്യം വായിച്ചു നോക്കി. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവന് പുതിയ ഇസ്രായേൽ ക്രിസ്ത്യാനികളോട്, യേശുക്രിസ്തുവിന്റെ മക്കളോട് യേശുക്രിസ്തു പറയുകയാണ്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. കാരണം എന്താ? മറ്റാരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ വേറെ നാമമില്ല, യേശുവിന്റെ നാമമല്ലാതെ. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും എന്തുണ്ട്? പറഞ്ഞേ, നിത്യജീവനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ അനുസരിക്കാത്തവന് ജീവനെ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് വിശ്വാസത്തിലേക്ക് വന്നു, നിത്യജീവന്റെ ഉറപ്പ് കേട്ടെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അനുസരിക്കുന്നില്ലെങ്കിൽ നിത്യജീവൻ പ്രവേശിക്കും. വിശ്വാസത്തിന്റെ കാര്യമൊക്കെ നമുക്ക് ഇവിടെ പറയാം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ കടം മാറി, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ രോഗം മാറി, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ജീവിത പങ്കാളിയെ കിട്ടി, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സ്ഥലം വാങ്ങാൻ പറ്റി, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വീട് പണിയാൻ പറ്റി. ഞാൻ ഒരിക്കലും ഇത്രയും മനോഹരമായ ഒരു വീട് പണിയെന്ന് വിചാരിച്ചതല്ല. ഒരു 400 സ്ക്വയർ ഫീറ്റെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മതിയെന്ന് ദൈവമേ വിചാരിച്ചതാണ്. എന്റെ ദൈവം എനിക്ക് 1200 സ്ക്വയർ ഫീറ്റ് വീട് തന്നു. ഹല്ലേലൂയ. എങ്ങനെ ഇതുണ്ടായെന്നോ എനിക്കറിയില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സാക്ഷി പറയാം. കേട്ടില്ല? സാക്ഷി കേട്ടില്ലേ? അതിവിടെ ഇവിടെ നിന്ന് വിട്ട് അടുത്ത വീട്ടിലേക്ക് അടുത്ത വീടതാ നിത്യമായോർ വാസസ്ഥാനം എനിക്കുണ്ട് സ്വർഗ്ഗത്തിൽ. ജീവവൃക്ഷത്തിന്റെ ഫലം ദൈവപാരോദീസായിൽ എന്നെ എതിരേൽക്കുവാൻ ദൈവദൂതർ വരുന്നു. വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. ഇതാണ് അനുസരണം. വീണ്ടും പോലെയുള്ള യാത്രയ്ക്കായി ദൈവദൂതന്മാർ എനിക്ക് ശക്തി തരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേയുള്ളൂ. ഭക്തന്റെ പ്രാർത്ഥനയാണ്. അതൊരു ലോക വിശ്വാസത്താൽ കാണാത്തൊരു കാര്യത്തെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതനുസരിച്ചു എന്ന് മാത്രമല്ല, അത് പ്രവൃത്തിപഥത്തിലെത്തി. എന്താണ് പ്രവൃത്തിപഥം? പെട്ടകമാണ്. ഇത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരാം. 36-ാമത്തെ കേട്ട് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരാം. എന്താണ് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് ഫരിസേയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല ദൈവരാജ്യം വരുന്നത്. ഇതാ ഇവിടെ, അത് അവിടെ എന്ന് ആരും പറയുകയില്ല. എന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. പരീശന്മാര് യേശുവിനോട് ചോദിച്ചു, നീ പ്രഖ്യാപിക്കുന്ന ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? അങ്ങനെയല്ല യേശുവിന്റെ പ്രസംഗം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു,
അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. പരീശന്മാരും ദുഃഖക്കാരും പാപികളൊന്നും എവിടെ കയറില്ല, ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. അപ്പൊ ഈ ദൈവരാജ്യം എപ്പോൾ ആഗതമാകുന്നു, എപ്പോൾ വരുമെന്ന് പരീശന്മാർ ചോദിക്കുകയാണ്. അപ്പോൾ യേശു പറയുകയാണ്, പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല ദൈവരാജ്യം വരുന്നത്. ഇതാ ഇവിടെ, അത് അവിടെ എന്ന് ആരും പറയുകയില്ല. എന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ കണ്ടുപിടിക്കുന്നതാണ് ദൈവരാജ്യം. ദൈവരാജ്യം കണ്ടുപിടിച്ച് ആ ദൈവരാജ്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച് ആ ദൈവരാജ്യത്തിൽ ജീവിക്കാൻ ഈ ഭൂമിയിലെ തന്നെ വിശുദ്ധി പ്രാപിക്കുമ്പോഴാണ് അവരെ ഭൂമിയിൽ വെച്ച് വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നത്. അല്ലാതെ മരിച്ചതിന് ശേഷം വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നത് വിശുദ്ധന്മാരല്ല. അത് ബൈബിൾ പറയുന്നതിനാണ് യാതൊരു മനുഷ്യനെയും മരണശേഷമല്ലാതെ നീതിമാൻ എന്ന് വിളിക്കരുത്. കാരണം അവൻ എപ്പോൾ വേണേലും തെറ്റിപ്പോകാം. അതുകൊണ്ട് മരണശേഷം അവരെ പ്രഖ്യാപിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഭൂമിയിൽ വെച്ച് തന്നെ പൗരസപ്പോസ്തലൻ സഭകളോട് പറഞ്ഞു, നിങ്ങളുടെ സഭയിലെ എല്ലാ വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലി, എല്ലാ വിശുദ്ധന്മാരോടും നന്ദി പറയും. നമുക്ക് തമ്മിൽ എന്തുകൊണ്ട് വിശുദ്ധ, എന്തുകൊണ്ട് ശുദ്ധിമതി, സുഖമാണോ, കർത്താവിൽ സുഖമായിരിക്കുമോ ചോദിക്കാൻ നമ്മുടെ നാമം നോക്കുമോ? ഇല്ല. ആദിമക്രിസ്ത്യാനികൾ അവര് തമ്മിൽ വിശുദ്ധരെന്ന് സംബോധന ചെയ്തു. നമ്മുടെ ഈ ജ്ഞാനകേന്ദ്രത്തിന്റെ വാക്കത് തന്നെയാണ്, ആരാധന. കർത്താവേ വേഗം വരണം, കർത്താവേ വേഗം വരണമേ, ഹല്ലേലൂയ. അപ്പൊ അത് പ്രത്യക്ഷമായ അടയാളത്തോടു കൂടിയല്ല വരുന്നത്. അത് അവിടെ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകണ്ട, ഇവിടെ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോകണ്ട, അത് നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് യേശു പറയാണ്. അതെങ്ങനെ കാണാൻ പറ്റുമെന്ന് ലൂക്ക 17 പറയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു പറയാണ്, 20 മുതൽ വാക്യങ്ങളിൽ പറയുകയാണ്. 17-ാം അധ്യായത്തിൽ 20 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുകയാണ്, എങ്ങനെയാണ്? അത് ആകാശത്തിന്റെ ഒരു അറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽപ്പിണർ പോലെ പ്രകാശിക്കുന്ന പോലെയായിരിക്കുന്ന ദിവസത്തിൽ മനുഷ്യപുത്രൻ എന്നാൽ ആദ്യമേ വളരെ കഷ്ടതകൾ സഹിക്കുകയും തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. 26-ാമത്തെ വാക്യമാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രസംഗ വിഷയം. 26-ാമത്തെ വാക്യം ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും. നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും തരുന്നവരെ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു വരുത്തും കഴിഞ്ഞിരുന്നു. മനസ്സിലായോ? നോഹ അനുസരിച്ച് പെട്ടകമുണ്ടാക്കി. അന്ന് മഴ പെയ്തിരുന്നില്ല. ദൈവം നോഹയോട് പറഞ്ഞു, മഴ പെയ്യും, ജലത്തെ ഞാൻ നശിപ്പിക്കും, നീ നിന്റെ കൊണ്ടുപോകും. ഈ രണ്ട് പക്ഷിമൃഗാതിൽപ്പെട്ട ഈ രണ്ടെണ്ണത്തിനെയൊക്കെ കയറ്റിക്കൊള്ളണം. നിന്നിലൂടെയാണ് ചരിത്രം മുന്നോട്ട് പോകുന്നത്. നിന്നിലൂടെയാണ് ഇനി അടുത്ത നീതിയുടെ തലമുറ ഉണ്ടാകാൻ പോകുന്നത്. ഇത് നോഹ വിശ്വസിച്ചു. പെട്ടകമാണ്. അപ്പോൾ നോഹയുടെ കാലത്തെ ജനം എന്ത് ചെയ്തു? തിന്നും കുടിച്ചും നട്ടും നനച്ചും വീട് പണിതും സാക്ഷ്യം പറഞ്ഞും വിവാഹം കഴിച്ചും കൊടുത്തും പോന്നു. പ്രളയം വന്നത് അറിഞ്ഞില്ല. യേശു പറയാണ്, ദൈവരാജ്യം എങ്ങനെയാണ് വരുന്നത്? പരീശന്മാരെ നിങ്ങൾ ചോദിച്ചില്ലേ? നിങ്ങൾ നിങ്ങളെ ചരിത്രം നയിച്ച നിങ്ങളുടെ പൂർവികനായ നോഹയിലേക്ക് ചെന്ന് നോക്ക്. ഈ കാലത്തും അത് തന്നെ സംഭവിക്കും. പ്രളയം വന്നത് പലതും നമ്മൾ അറിഞ്ഞില്ല. ഇനി വരാൻ പോണതും അറിയില്ല. നമ്മുടെ ഇതിലൊന്നും അല്ല.
നമ്മുടെ ഇതിലൊന്നുമല്ല വരുന്നത്. അതുകൊണ്ട് എത്ര രൂപയായി വീടിന്? ഒരു 1.5 കോടിയാ. എന്ത് 1.5 കോടിയോ 3 കോടിയോ തീർന്നില്ല. 3 കോടിയില് തീർന്നില്ല. എത്ര രൂപയായി കാറിന്? 40 ലക്ഷമായി. 1.5 കോടിയായി. രണ്ടാമത് വെച്ചതാ. പിന്നെ ചാർട്ടേഡ് അക്കൗണ്ട് പറഞ്ഞു ഇപ്പോ കുറച്ച് ലോൺ കയറ്റിയില്ലെങ്കിൽ എന്താവും? ടാക്സ് അടക്കണ്ടാവും. അതുകൊണ്ട് കുറച്ച് ലോൺ കാണിക്കാൻ ഇപ്പോഴുള്ള വണ്ടി സൈഡാക്കുക. എന്നിട്ട് ഒരെണ്ണം പൈസ ഉണ്ടായിട്ടല്ല, ഫുൾ ലോണാണ്. എന്താണ്? ഫുള്ള് ലോൺ. നല്ലൊരു ആലോചന വന്നപ്പോ ഒന്നും നോക്കിയില്ല. ചോദിച്ചൊക്കെ അങ്ങോട്ട് കൊടുത്തു. ഒരു ഫുഡിന് 3000 രൂപ. ഇതൊക്കെ പ്ലേറ്റിന് ഫുഡിന് മാത്രമല്ല, ഇരിക്കുന്ന കസേരയ്ക്ക് ആ സാധന സൗകര്യങ്ങൾക്കൊക്കെ 10 കൊല്ലം മുമ്പുള്ള വേലയാണ്. അപ്പൊ ഇപ്പോഴോ തിന്നും കുടിച്ചും നട്ടും നനച്ചും പള്ളിയിൽ പോയില്ലേ? പള്ളിയിൽ പോയി. ഇന്നാണ് ആ ജാതിക്ക് ഇച്ചിരി ആണോനൊക്കെ കൊണ്ട് അവിടെ കേട്ടു. ഇന്നാണ് 2 പണിക്കാര് വന്നത്. മറ്റേക്ക് ബോസ് വെച്ചുകൊണ്ടായിരുന്ന ക്ഷീണിച്ച് ഇന്നാണ് ആ പുള്ളിക്കാരൻ വന്നത്. ഇത് പണിക്കാരൻ അവന് ഞായറാഴ്ച ഉള്ളൂന്ന് പറഞ്ഞു. അത് കാരണം ഇന്ന് പോയില്ല. കാരണം നനയ്ക്കാണ്ട. ചേച്ചി ധ്യാനത്തിന് വരുമോ? ഞങ്ങൾ ഈ കുടിയേറ്റമൊക്കെ ധ്യാനത്തിന് പോകുമ്പോ വൈകുന്നേരം കൺവെൻഷൻ. ഇപ്പൊ പകല് ഞങ്ങളുടെ ജോലി വികാരിച്ചോടെ വീട് കയറി ഇറങ്ങി നടന്ന് ധ്യാനത്തിന് ക്ഷണിക്കലാണ്. അപ്പൊ നമ്മൾ ചെല്ലുമ്പോ ചേച്ചി ഇത് ചട്ടിനെ കൂട്ടിയിട്ട് വൈകുന്നേരം കൺവെൻഷൻ വരില്ലേ? ഇരിക്കാം സമാശയിലിരിക്കും. ഇരുന്ന് ഞാൻ വെള്ളം എടുക്കട്ടെ. അല്ലെങ്കിൽ വെള്ളം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുടിച്ചു. ഞങ്ങൾ വന്നതേ കൺവെൻഷന് പിള്ളേരെ കൂട്ടി വരണം, ചേട്ടനോട് പറയണം. അത് വിളിക്കാൻ വേണ്ടി വന്നതാ. നമ്മുടെ പള്ളിയുടെ ആഗ്രഹമായിട്ടാണ്. 5 ദിവസത്തേക്ക് പള്ളിയിലൊക്കെ വിളിച്ചു പറഞ്ഞാൽ കേട്ടത് നോട്ടീസ് കണ്ടു. പിള്ളേർ ഇവിടെ കൊണ്ടുവന്ന് അവിടെ അടയാത്ത നോട്ടീസ്. ഞാൻ പള്ളിയിൽ വന്നിട്ടായില്ല. ആഗ്രഹമുണ്ട്. പക്ഷേ ഈ 2-3 ദിവസം പിള്ളേർക്ക് അവധി എന്ന് പറഞ്ഞു. ഇപ്പൊ പിള്ളേരെ കൂടി എന്ത് ചെയ്യണേ? വാഴക്കാടൊക്കെ കുഴി കൊണ്ടുവന്ന് വെച്ചത് പിള്ളേരാ. കപ്പുകുഴിയുടെ തങ്കൊക്കെ വെച്ചത് പിള്ളേരാ. ഇപ്പൊ പിള്ളേരും ഞാനും കെട്ടിയവരും കൂടി ചെയ്താലാണ്. അതിനൊരു കാലമുണ്ടല്ലേ? നടാനൊരു കാലം, പറക്കാനൊരു കാലം, അല്ലേ? എടുക്കാനൊരു കാലം, ഇങ്ങനെ ഒരു കാലമുണ്ട്. ആ കാലത്ത് ചെയ്താലേ ഞങ്ങളെ ഈ ഒരു വെള്ളമുണ്ടല്ലോ, കളറുള്ള ആ വെള്ളം ഇങ്ങനെ കുടിച്ച് ഷുഗർ വർദ്ധിച്ചതല്ലാതെ ഒരു പള്ളിയിലും കൺവെൻഷൻ വേണ്ട ആളുകളൊന്നും എത്തിച്ചേർന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ കൺവെൻഷൻ വെച്ചാൽ പിന്നെ 10-400 പേരുണ്ടാവും. കാരണം ഇവിടെ അങ്ങനെ വലിയ നാടാന്ന് നടക്കാറുന്നു ഇല്ല. ഇവിടെ കാശിന്റെ പെരുന്നാളുള്ള സ്ഥലങ്ങളില്ലേ? എറണാകുളത്തിന്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് കുടിയേറ്റ മേഖലകളാണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ നട്ടും നനച്ചും തിന്നും കുടിച്ചും നടന്നു. സുവിശേഷം കേൾക്കണമെന്നൊന്നും ആർക്കും ആഗ്രഹം ഉണ്ടായില്ല. ഇനി കേട്ട നമുക്ക് ആഗ്രഹമായിട്ടാണ് കേൾക്കണേ. നമുക്കോ ഇത് അനുസരണമായി നമ്മൾ ചെയ്യണം. നോഹയുടെ കാലത്ത് നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് അങ്ങനെയായിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലം നശിപ്പിക്കുകയും ചെയ്തവരെ അവർ തിന്നും പിടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു. ലോകത്തിന്റെ നാടുകളിലും അങ്ങനെ തന്നെയായിരുന്നു. അതിന്റെ അടുത്ത ദിവസം നമ്മൾക്ക് കേൾക്കാൻ പറ്റും. നോഹയുടെ കാലത്ത് തിന്നും പിടിച്ചും
ചെയ്തു, കഴിച്ചു പോന്നു. നമ്മൾ അങ്ങനെ തന്നെയാണോ എന്ന് നോക്കുക. നമ്മളോട് കടന്ന് എല്ലാ വചനം പ്രസംഗിക്കുന്നവരും പറയാറുണ്ട്, നിത്യജീവനുണ്ടെന്ന് ഓർക്കണം, മരണമുണ്ടെന്ന് ഓർക്കണം, ന്യായവിധിയുണ്ടെന്ന് ഓർക്കണം, അല്ലേ, സ്വർഗമുണ്ടെന്ന് ഓർക്കണം, നരകമുണ്ടെന്ന് ഓർക്കണം. അതൊരു പുസ്തകത്തിൽ എഴുതി വെച്ചു. എപ്പോഴും ഓർത്തിരിക്കേണ്ട 4 കാര്യങ്ങൾ: സ്വർഗം, നരകം, മരണം, ന്യായവിധി. എന്തെങ്കിലും ഓർക്കണം. ഒരു ദിവസം ഒരു നേരമെങ്കിലും ഓർക്കട്ടോ കേട്ടോ. ഈ അയൽവക്കത്തിൽ നിന്ന് ഇങ്ങനെ ആ ഫോണിയൊക്കെ മറ്റുള്ളവരുടെ കുട്ടികളെ അരമണിക്കൂർ ഇവര് ആരെങ്കിലും ചോദിക്കാൻ എന്റെ ഉള്ളിലെ വെക്കാൻ സമ്മതിക്കില്ല. ചെറിയ പടുത്തു കണ്ടവരുടെ കാര്യം കേട്ടിട്ട് അവർക്ക് ദേഷ്യവും. അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോ ഒരു ന്യായവിധിയുണ്ട് സഹോദര, ഒരു ന്യായവിധിയുണ്ട് സഹോദരി. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല പറയേണ്ടത്. പിന്നെ ഘട്ടങ്ങൾ സാരമില്ല, കണ്ണൂരിൽ സാരമില്ല, നിത്യതേജസ്സിൻ കനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള ഘട്ടങ്ങൾ. ഇങ്ങനെ പാടി അവിടെ കേട്ടിട്ട് അവിടെ ഫോട്ടോ ചുമ്മാണ്ട് പോയിക്കോളൂല്ലേ? ഇതല്ല, നമുക്ക് പൊതിയുണ്ട്, വചനം കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഏത് മഴയത്തോടെ നമ്മൾ വരും, എവിടെ നമ്മൾ യോഗമുണ്ടെന്നോ പറഞ്ഞു പോകും, വീട്ടിൽ നിന്ന് വേദപുസ്തകം വായിക്കും, പ്രാർത്ഥിക്കും, എല്ലാം ശരിയാണ്. പക്ഷേ ഈ ഹാബേലും നോഹയൊക്കെ അനുസരിച്ചതുപോലെ ദൈവത്തിന് കാണാത്ത കാര്യങ്ങളോടൊന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്നിട്ട് അപ്പനൊന്നും തന്നില്ല, അപ്പനൊന്നും തന്നില്ലാതെ ഏതെങ്കിലും ഒരു ഭർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഭർത്താവിനോട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ദൈവം നമുക്ക് സ്വർഗത്തിൽ ഒരു ഭവനം ഒരുക്കിയിട്ട് ഇനി മുതൽ അപ്പനെ കുറ്റം പറയരുത്, ഇനി മുതൽ അമ്മയെ കുറ്റം പറയരുത്, ഇനി മുതൽ ഈ വീട്ടിൽ നിന്ന് ചേട്ടനെ കുറ്റം പറയരുത്, ഇനി മുതൽ ഈ വീട്ടിൽ നിന്ന് അച്ഛനെ കുറ്റം പറയരുത്, ഇനി ഈ വീട്ടിൽ നിന്ന് ഒരു വസ്ത്രത്തിനെ കുറ്റം പറയരുത്, ഇനി ഈ വീട്ടില് സഭയെ കുറ്റം പറയരുത്. എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ അടുത്ത തലമുറ അച്ഛന്മാരുണ്ടാവും, സിസ്റ്റർമാരുണ്ടാവും, സുവിശേഷകരുണ്ടാവും. മനസ്സിലായില്ലേ? മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവസാനിപ്പിക്കും. എന്നിട്ട് ദൈവം വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാൻ വരുവാതിൽ താമസമേറയില്ല എന്നിങ്ങനെ പാടിക്കൊണ്ട് വീട്ടിലടിച്ചു തലതൊളിച്ചു. അയ്യോ, ഇതാരും തുടച്ചിട്ടുള്ള ഒരു റോബോട്ടിനെ കിട്ടിയാണെങ്കിൽ 30,000-35,000 കൊടുന്ന് പറഞ്ഞിട്ട് പിള്ളേരോടൊന്ന് ചോദിച്ചു നോക്കിയിട്ട് അറിയാമായിരുന്നു. പൊടിയടിക്കാൻ പാടില്ല, അത് കുനിയാൻ പാടില്ല, മുട്ടിൽ യന്ത്രമാറ്റമൊന്നും പറഞ്ഞ് നടക്കാൻ പറ്റില്ല. റോബോട്ടിനെ വരികയാണെങ്കിൽ അപ്പൊ റോബോട്ട് വന്നിട്ടെന്താ കാര്യം? അനുസരിച്ച് വീട്ടിൽ റോബോട്ട് ഉണ്ട്, പക്ഷെ അരുവ് പോലെ താങ്ങൂല. അങ്ങനെ നമ്മളവിടെ പഠിച്ചപ്പെട്ട് ചെല്ലണം. എന്നാൽ ഇങ്ങനെ വിശുദ്ധിയെ അപ്പൊ കരയടിക്കുമ്പോ അവിടെ എന്തുണ്ട്? വിശുദ്ധിയുണ്ട്. ഇങ്ങനെ നമ്മൾ പോകുമ്പോ നമ്മുടെ രോഗങ്ങൾ മാറും, പാതകൾ മാറും, പ്രയാസങ്ങൾ മാറും, വേദന മാറും. എന്ന് വെച്ചാൽ നമ്മളെ ആകുലപ്പെടുത്തുന്നില്ല, നമ്മളെ അസ്വസ്ഥപ്പെടുന്നില്ല, നമ്മളാരെയും പ്രാകുന്നില്ല, നമ്മളാരെയും ശ്രമിക്കുന്നില്ല. നമ്മൾ ദൈവത്തിൽ മാത്രം പ്രത്യാശപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. നോഹയുടെ കാലത്തെ കുറിച്ച് ഓർക്കുമെന്ന് നമ്മളോട് പറഞ്ഞു. ഇബ്രാഹിം 11-ാം അധ്യായം നമ്മൾ വായിച്ചു. നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് 11:7 ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നു. 6-ാം അധ്യായത്തിൽ നിന്ന് നോഹയുടെ കാലത്ത് സംഭവിച്ചത് ഞങ്ങൾ കണ്ടു. നോഹ പെട്ടകമുള്ളതായിട്ട് ഞങ്ങൾ കേട്ടു. ഇനി ഞങ്ങൾക്ക് കൂടുതൽ ധ്യാനിക്കുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ നിന്ന് കൂടെ വായിക്കുവാനും മനസ്സിലാക്കുവാനും കൃപ തരണം. വീട്ടിൽ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 23 വാക്യങ്ങൾ ഞങ്ങളുടെ കർത്താവ് രക്ഷകനുമായ യേശുക്രിസ്തു ഞങ്ങളോട് അരുളി ചെയ്ത് ഞങ്ങൾ വായിച്ചു. ഇന്ന് ഞങ്ങൾ അത് കേട്ടപ്പോൾ
ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ പ്രത്യാശയുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ തിന്നും കുടിച്ചും ആനന്ദിച്ചും കെട്ടിച്ചും കെട്ടിയും നടുകയും നനയ്ക്കുകയും വീട് പണിയും പടുകൊണ്ടും തിരിക്കുകയും ചെയ്യുന്നതല്ലാതെ ഞങ്ങളിൽ കർത്താവേ വിശുദ്ധിക്ക് ചേർന്നതായ ഉപേക്ഷകൾ, വിശുദ്ധിക്ക് ചേർന്നതായ യാതൊന്നും ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ കൃപ നൽകണം, കൃപ നൽകണം, കൃപ നൽകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ.